എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 4 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പടവലങ്ങയും പരിപ്പും കൊണ്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു 2-3 വെള്ളം കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അത് വേകുന്ന സമയത്ത് പടവലങ്ങ അരിഞ്ഞെടുക്കാം. ഇതാ ഈ വലുപ്പത്തിലുള്ള ഒരു പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ദാ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നീളത്തിൽ നമ്മൾ അവിയലിനൊക്കെ അരിയുന്ന ആ ഒരു വലുപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചതിന് ശേഷം അതിനുള്ളിലുള്ള ഭാഗമെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അവിയലിന് അരിയുന്ന വലുപ്പത്തിൽ തന്നെ നീളത്തിൽ ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. ഇതാ ഇതേപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് മുറിച്ചതിന് ശേഷം അതിനെ വളരെ ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങ അത്രയും ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം. വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ അത് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത പരിപ്പ് എന്തായെന്ന് നോക്കാം. പരിപ്പ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേകാൻ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് വേകാൻ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ ബാലൻസ് അതിലുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ പടവലങ്ങ വെന്തോളും. ഇനി നമുക്ക് തോരൻ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി അടുപ്പിൽ വെച്ചിരുന്ന പടവലങ്ങ വെന്തോന്ന് നോക്കാം. അപ്പോൾ അത് പടവലങ്ങ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ അതിൽ കുറച്ച് കിടപ്പുണ്ട്. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് ആവി കയറി വരണം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് ആവി കയറി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചാൽ മതിയാകും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതേപോലെ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പടവലങ്ങയും പരിപ്പും കൂടി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് സവാള കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അത്യാവശ്യം കനത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഇതളുകളായിട്ടൊന്ന് വിടർത്തിയെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ പൈനാപ്പിളിൻ്റെ പീസ് വേണം. അത് എത്രത്തോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതും വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. തീരെ കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു പച്ചമുളക് എടുക്കുന്നുണ്ട്. അതും അതേപോലെ തന്നെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് എടുത്തേക്കാണ്. അതും ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. മധുരം കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ഈന്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയും അരിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ സവാളയും പൈനാപ്പിളും പച്ചമുളകും ഈന്തപ്പഴം എല്ലാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അത് മെൽറ്റായി വരുന്ന സമയത്ത് ഒരു 5ഓ 6ഓ വെളുത്തുള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞത് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സവാള കൊണ്ട് ഈ ഒരു ഐറ്റം ഇങ്ങനെ തയ്യാറാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ചോറിനോട് ഇളക്കി കഴിക്കാൻ ഇത് മാത്രം മതിയാകും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കോവയ്ക്ക തോരനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള അത്രയും കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ 4ആയിട്ടൊന്ന് കീറിയെടുക്കണം. കീറിയതിന് ശേഷം വളരെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് മൂത്ത് പോകാത്ത കോവയ്ക്കാണ് ഈ തോരൻ വയ്ക്കാൻ നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കെല്ലാം വളരെ ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ വേണം. നമ്മൾ സവാള തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതും ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയും വളരെ ചെറുതായിട്ട് സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ സവാളയും അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് തോരൻ വയ്ക്കാം. അതിനുവേണ്ടി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കോവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്ന് ഈ കോവയ്ക്കയും സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം. ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. കോവയ്ക്കൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് കോവയ്ക്ക് ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോവയ്ക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് കോവയ്ക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതാ സിമ്പിളായിട്ട് തയ്യാറാക്കി നമ്മുടെ കോവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ കോവയ്ക്ക തോരൻ വെച്ച് നോക്കൂ. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. അടുത്തത് പപ്പടം കൊണ്ട് തയ്യാറാക്കിയൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു 4-5 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ പീസസായിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാനാണ്. അപ്പം ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പപ്പടം ഇതേപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം വറുക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പപ്പടമെല്ലാം ഇതേപോലെ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ ഒരു 10 ചെറിയ ഉള്ളി
ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. അപ്പോൾ ചേർത്ത് കൊടുത്ത ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പപ്പടത്തിന് അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് മസാലയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയമാകുമ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു രീതിയിൽ മസാലയും പപ്പടവും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉച്ചയൂണിന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ്. ഈ ഒരു രീതിയിൽ ഈ കറികളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഈ പപ്പടം മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.